السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين أما بعد. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, പഠിതാക്കളെ, നമ്മൾ ഇൻഷാ അല്ലാഹ് പരീക്ഷയ്ക്ക് ശേഷം സൂറത്ത് സ്വാഫാത്തിലെ 83-ാമത്തെ ആയത്ത് മുതൽ ഇൻഷാ അല്ലാഹ് ഇന്ന് ആരംഭിക്കുകയാണ്. ഏതാണ്ട് 180-ലേറെ ആയത്തുകൾ ഈ സൂറത്തിൽ ഉണ്ട്. ചെറിയ ചെറിയ ആയത്തുകളാണ്. നമുക്കെല്ലാം അറിയുന്നത് പോലെ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം, അദ്ദേഹത്തിൻ്റെ ജീവിത ചരിത്രം ഖുർആനിലെ ഒരുപാട് അധ്യായങ്ങളിൽ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. വിശ്വാസികൾക്ക് എന്നും പാഠമാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ ജീവിതം. പ്രത്യേകിച്ച് റമദാൻ കഴിഞ്ഞ് ഷവ്വാലിൻ്റെ പകുതിയിലാണ് നമ്മളൊക്കെ ഉള്ളത്. ഇനി ഇത് കഴിഞ്ഞാൽ ദുൽഖഅദയും ദുൽഹിജ്ജയും അതേപോലെ മുഹറം, ഈ 3 മാസങ്ങളും ഹജ്ജിൻ്റെ മാസങ്ങളായിട്ടാണ് അറിയപ്പെടുന്നത്. ഏറ്റവും കൂടുതൽ ഓർക്കപ്പെടുകയും പിന്നെ പറയപ്പെടുകയും ചെയ്യുന്ന ചരിത്രമാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ഇനി അങ്ങോട്ട്. കാരണം ഹജ്ജിൻ്റെ കർമ്മങ്ങളെല്ലാം ഇബ്രാഹിം നബി അലൈഹി സ്വലാമും അദ്ദേഹത്തിൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. അപ്പം ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്ന് ഉദ്ദേശിക്കുന്നത് 83 മുതലുള്ള ആയത്തുകളാണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇൻഷാ അല്ലാഹ്. അതിൽ വരുന്നത് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പിതാവിനോടും അതേപോലെ തൻ്റെ നാട്ടിലുള്ളവരോടുമൊക്കെ ഈ വിഷയത്തിൽ, അതായത് തൗഹീദിന്റെ വിഷയത്തിൽ അതിശക്തമായി പ്രബോധനം ചെയ്യുന്നതും ഒക്കെയായി ബന്ധപ്പെട്ട ഭാഗങ്ങളാണ് ഇൻഷാ അല്ലാഹ്. അപ്പോ നമ്മളിന്ന് ഉദ്ദേശിക്കുന്നത് 83 മുതൽ 90 വരെയുള്ള ആയത്തുകളാണ്. ചെറിയ ചെറിയ ആയത്തുകളാണ് ഇൻഷാ അല്ലാഹ്. ഞാൻ ആയത്തുകൾ നോദാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. وإن من شيعته لإبراهيم إذ جاء ربه بقلب سليم إذ قال لأبيه وقومه ماذا تعبدون أئفكا آلهة دون الله تريدون فما ظنكم برب العالمين فنظر نظرة في النجوم فقال إني سقيم فتولوا عنه مدبرين. ഇത്ര വരെയാണ് ഇൻഷാ അല്ലാഹ്. ഒന്ന് ഓതാം, ഓയിത്തരങ്ങൾ നോദിക്കോ. أعوذ بالله من الشيطان الرجيم. وإن من شيعته لإبراهيم إذ جاء ربه بقلب سليم إذ قال لأبيه وقومه ماذا تعبدون
أئفكا آلهة دون الله تريدون فما ظنكم برب العالمين ونظر نظرة في النجوم فقال إني سقيم فتولوا عنه مدبرين ഇപ്പൊ നമ്മൾ ഓതിയ ഈ ഭാഗം മുഴുവനും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമുമായി ബന്ധപ്പെട്ട ഭാഗമാണ്. അതിന്റെ തുടർച്ചയും അങ്ങോട്ടും കുറേ ഭാഗങ്ങൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രത്തിലെ പല ഭാഗങ്ങളും ചേർത്തുകൊണ്ട് വരുന്നതാണ്. അപ്പൊ നമ്മളിവിടെ ഓതുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് 83 മുതലുള്ള ആയത്തുകളാണ് നമ്മൾ ഓതിയത്. വ ഇന്ന മിൻ ഷിയഅതിഹി ല ഇബ്രാഹിം, അവിടെ വ ഇന്ന മിൻ, അവിടെ ഇഖ്ഫ ആണ്, മണിച്ചോദണം. അതേപോലെ തൊട്ടടുത്ത ആയത്തിൽ ഇസ്ജാ, അവിടെ അൽ മദ്ദുൽ മുത്തസിലാണ്. ഇസ്ജാ റബ്ബഹു ബിഖൽബിൻ, അവിടെ ഖാഫാണ്, കാഫിലേക്ക് മാറരുത്. ബിഖൽബിൻ സലീം, അവിടെ ഇഖ്ഫ ആണ്, മണിച്ചോദണം. അപ്പൊ അങ്ങനെയുള്ള ഉന്നയുടെ കാര്യങ്ങൾ അതൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. അതേപോലെ അക്ഷരങ്ങൾ മാറിപ്പോകാതെ 89 ആയത്തില് ഫക്കാല അവിടെ ഖാഫാണ്. അപ്പൊ ഫക്കാല എന്നുള്ളത് ഫക്കാല എന്നാവരുത്. ഖാല എന്ന് പറഞ്ഞാൽ പറഞ്ഞു. ആ സ്ഥാനത്ത് കാഫായാൽ കാല എന്ന് പറഞ്ഞാൽ അളന്നു എന്നാണ്. ഒരു വസ്തു, ഒരു സാധനം അളക്കുന്നതിനാണ് കാല എന്ന് പറയാം. ഇവിടെ ആണ്, വാ നിറച്ച നമ്മൾ പറയാം ഖാല. അതേപോലെ ഇന്നി സഖീം ഖാഫാണ്, അവിടെ സക്കീം കാഫിലേക്ക് മാറിപ്പോവാതെ ശ്രദ്ധിക്കണം, അക്ഷരങ്ങൾ മാറാതെ നോക്കണം. അപ്പൊ ഇൻഷാ അല്ലാഹ് നമുക്ക് നോക്കാം. ഉം 83 ആയത്ത്. വ ഇന്ന മിൻ ഷിയഅതിഹി ല ഇബ്രാഹിം, വ ഇന്ന മിൻ ഷിയഅതിഹി ല ഇബ്രാഹിം. അതായത് നമ്മൾ ഇതിന്റെ തൊട്ടു മുമ്പ് പറഞ്ഞത് ഇബ്രാഹിം നൂഹ് നബി അലൈഹി സ്വലാമിന്റെ ചരിത്രമാണല്ലോ. നൂഹ് നബി അലൈഹി സ്വലാമിന്റെ ചരിത്രം പറഞ്ഞു നിർത്തിയിടത്തു നിന്നാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ചരിത്രം തുടങ്ങുന്നത്. നൂഹ് നബി അലൈഹി സ്വലാമിന് ശേഷം കടന്നു വന്ന പ്രവാചകരിൽ പ്രമുഖനാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആല പറയാണ്, ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരു പുതിയ മതവുമായിട്ടല്ല വന്നത്. നൂഹ് നബി അലൈഹിസ്സലാം എന്താണോ ദഅവത്ത് ചെയ്തത്, പ്രബോധനം ചെയ്തത്, അതേ മതവും അതേ ആദർശമായിട്ടാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം വന്നിട്ടുള്ളത് എന്നാ. വ ഇന്ന, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചരിത്രങ്ങൾ നമുക്ക് ഒരുപാട്, അദ്ദേഹത്തിന്റെ ഹിജറയും ഒരുപാട് കാര്യങ്ങളുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പം അള്ളാഹു പറയാണ് വ ഇന്ന മിൻ ഷിയഅതിഹി, തീർച്ചയായും അദ്ദേഹത്തിന്റെ കക്ഷിയിൽപ്പെട്ടവൻ തന്നെയാണ്. അദ്ദേഹത്തിന്റെ എന്ന് പറഞ്ഞാൽ വ ഇന്ന മിൻ ഷിയഅതി നൂഹ് എന്നാണ്. നൂഹ് നബി അലൈഹി സ്വലാമിന്റെ കക്ഷിയിൽപ്പെട്ടവൻ തന്നെയാണ് ആര്? ല ഇബ്രാഹിം, ഇബ്രാഹിം നബി അലൈഹി സ്വലാമും. അപ്പൊ തീർച്ചയായും അദ്ദേഹത്തിന്റെ കക്ഷിയിൽപ്പെട്ടവൻ തന്നെയാണ് ഇബ്രാഹിം. ഷിയഅത്ത് എന്ന് പറഞ്ഞാല്, ഷിയഅത്ത് എന്ന് പറഞ്ഞാൽ കക്ഷി എന്നാണ്. അതിന്റെ ബഹുവചനമാണ് ഷിയ എന്ന് പറയും, ഷിയഉൻ എന്ന് പറയും. അപ്പൊ നമ്മൾ സാധാരണ ഷിയാക്കൾ എന്ന് പറയും. ഷിയാക്കൾ എന്ന് പറഞ്ഞാല് പിന്നെ കക്ഷി എന്നാണ് അർത്ഥം. ഇപ്പം ഷിയത്തു അലി എന്ന് അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നവരാണ് ഈ ഷിയാക്കൾ, അലി റളിയല്ലാഹുവിന്റെ കക്ഷികൾ എന്നുള്ളത്. അപ്പൊ അവരതിനെ ഒരു ആദരവോടുകൂടിയാണ് കാണുന്നത്. പക്ഷെ നമ്മൾ അവരെ പറ്റി പറയുമ്പോൾ ഷിയാക്കൾ എന്ന് പറയുന്നതിനേക്കാൾ പറയേണ്ടത് റാഫിളിയാക്കൾ എന്നാണ്.
റാഫിലിയാക്കൾ എന്ന് പറഞ്ഞാൽ നിരസിച്ചവർ എന്നാണ് അതിൻ്റെ അർത്ഥം. പൊതുവെ ഇസ്ലാമിക ലോകത്ത് റാഫിലികൾ എന്നാണ് അറിയപ്പെടുന്നത് ഷിയാക്കൾ. ഷിയാക്കൾ എന്ന് വിളിക്കുന്നവർക്ക് ഇഷ്ടമാണ്. പക്ഷേ നമുക്കറിയാലോ അവരുടെ ചരിത്രവും മറ്റു കാര്യങ്ങളും ഒക്കെ, വിശ്വാസമൊക്കെ. അപ്പം ഇവിടെ ഈ അർത്ഥത്തിലാണ് ഷിയത്ത് എന്ന് പറഞ്ഞാൽ കക്ഷി, വിഭാഗം എന്നൊക്കെയാണ്. അപ്പം തീർച്ചയായും ഇബ്രാഹിം നബി അലൈഹി സ്വലാം നൂഹ് നബി അലൈഹി സ്വലാമിൻ്റെ അതേ ശരീഅത്തിൽ വന്ന പ്രവാചകരാണ്. എന്നിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം അള്ളാഹുവിനെ എങ്ങനെയാണ് സമീപിച്ചത്? കാരണം ഉലുൽ അസ്മുകളിൽപ്പെട്ട പ്രവാചകന്മാരിൽ ഒരാളാണ് ഇബ്രാഹിം അലൈഹിസ്സലാം. 5 നബിമാരാണല്ലോ ഉലുൽ അസ്മ് എന്നറിയപ്പെടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മൂസ അലൈഹിസ്സലാം, ഈസാ നബി അലൈഹിസ്സലാം, നൂഹ് നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങളെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം വളരെ വിധേയത്വത്തോടുകൂടി അനുസരണയോടുകൂടിയാണ് സമീപിച്ചിട്ടുള്ളത്. അപ്പൊ അള്ളാഹു പറയാണ് ഇദ് ജാഅഹു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ അടുക്കൽ വന്ന സന്ദർഭം. അദ്ദേഹം വന്ന സന്ദർഭം, റബ്ബഹു തന്റെ രക്ഷിതാവിങ്കൽ, അള്ളാഹുവിലേക്ക്. അള്ളാഹു വന്നു എന്നല്ല, അള്ളാഹുവിങ്കലേക്ക് ഇബ്രാഹിം നബി അലൈഹി സ്വലാം വന്നു. എങ്ങനെ? ബിഖൽബിൻ, ഒരു ഹൃദയവുമായിട്ട്. എങ്ങനെയുള്ള ഹൃദയമാണ്? സലീം എന്ന് പറഞ്ഞാൽ അവിടെ 3 അർത്ഥം നമ്മൾ കൊടുത്തിരിക്കുന്നതാണ്. ഒന്ന് നിർദോഷമായ, അന്യൂനമായ, സുരക്ഷിതമായ. ഈ 3 അർത്ഥവും ഈ ആയത്തിന് യോജിക്കും, ഏതെങ്കിലും ഒരു അർത്ഥമല്ല. അപ്പൊ നിർദോഷമായ, അല്ലെങ്കിൽ അന്യൂനമായ, അതല്ലെങ്കിൽ സുരക്ഷിതമായ ഒരു ഹൃദയത്തോടു കൂടി അദ്ദേഹം തൻ്റെ രക്ഷിതാവിൻ്റെ അടുക്കൽ വന്ന സന്ദർഭം ഓർക്കുക. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ പറ്റിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്. അപ്പൊ ഇവിടെ ഒരു പദമുണ്ട് ഈ ആയത്തിൽ. ഇബ്രാഹിം നബി അലൈഹി സ്വലാം എങ്ങനെ വന്നു? അതാണ്, എങ്ങനെ വന്നു? ബിഖൽബിൻ സലീം എന്നാണ്. ബിഖൽബിൻ സലീം, സുരക്ഷിതമായ മനസ്സുമായി, അല്ലെങ്കിൽ അന്യൂനമായ മനസ്സുമായി ഇബ്രാഹിം നബി അലൈഹി സ്വലാം വന്നു എന്നുള്ളതാണ്. അപ്പൊ അതിന് ചെറിയൊരു വിശദീകരണം മുഫസ്സിറുകൾ കൊടുക്കുന്നുണ്ട്. അതിലൊന്ന്, മഹാനായ സ്വഹാബി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, യാനി ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതായത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം വന്നിട്ടുള്ളത്, റബ്ബിങ്കലേക്ക് വന്നിട്ടുള്ളത് പൂർണ്ണമായ ഷഹാദത്തുമായിട്ടാണ്. അള്ളാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹനില്ല എന്ന ആ വിശ്വാസത്തിൽ യാതൊരു കലർപ്പും വരുത്താതെ ആണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹുവിനെ സമീപിച്ചിട്ടുള്ളത്. അതേപോലെ അലി റളിയല്ലാഹു അൻഹുവിന്റെ മകൻ ഹസൻ റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം, സലീമു മിന ഷിർക്ക്, അതായത് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ജീവിതത്തിൽ ഷിർക്കിന്റെ ഒരു കണിക പോലും, ഒരു അംശം പോലും ഉണ്ടായിട്ടില്ല. അത്രയും ഷിർക്കിൽ നിന്ന് സുരക്ഷിതനാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം എന്നാണ്. പിന്നെ മറ്റൊരു വ്യാഖ്യാനം ഉള്ളത്, താബിഈ പണ്ഡിതനായ ഉർവ റഹിമഹുല്ല പറഞ്ഞത്, ലാ യകൂനു ലആനൻ എന്നാണ്. ലാ യകൂനു ലആനൻ, അതായത് അദ്ദേഹം ഒരിക്കലും ശപിക്കുന്നവനായിരുന്നില്ല എന്നൊരു വ്യാഖ്യാനം കൂടി കാണാം. ഇതിന് പുറമെ, അതായത് ഷിർക്കിൽ നിന്ന് സുരക്ഷിതനായിരുന്നു എന്നതിന്റെ പുറമെ അദ്ദേഹം ഒരിക്കലും ഒരാളെയും ശപിക്കുന്നവനായിരുന്നില്ല എന്ന് കാണാം. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. നമ്മുടെ നാവ് കൊണ്ട് മറ്റൊരാളെ ദേഷ്യം വരുമ്പോഴോ വിഷമം വരുമ്പോഴോ ഒക്കെ നീ നശിച്ചു പോട്ടെ, നീ തുലഞ്ഞു പോകട്ടെ എന്നൊന്നും പറയാനേ പാടില്ല. ഒരാളെ അങ്ങനെ ശപിക്കാൻ പാടില്ല. കാരണം ശാപവാക്കുകൾ എന്ന് പറയുന്നത് അള്ളാഹു ഉപയോഗിക്കുന്നതാണ്. വൈലുല്ലി ഹുമസത്തിൽ ലുമസ, വൈലുല്ലിൽ മുസല്ലീൻ, വൈലുല്ലിൽ മുത്തഫിഫീൻ. അത് അള്ളാഹു ഉപയോഗിക്കുന്ന ഒരു പദമാണ്, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉപയോഗിക്കാൻ പാടില്ല. മാത്രമല്ല അതൊരു അപകടം നിറഞ്ഞ വാക്കുമാണ്, അങ്ങനെ പറയാനേ പാടില്ല. അപ്പൊ ലാ യക്കൂനു ലആനൻ, അദ്ദേഹം ഒരിക്കലും മറ്റൊരാളെ ശപിക്കുന്നവനായിരുന്നില്ല. ദഅവത്തിലൊക്കെ എത്രയോ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ നേരിട്ടു, ഉപദ്രവം നേരിട്ടു, ഭീഷണി, അങ്ങനെ ഒരുപാട് പ്രയാസങ്ങൾ, അതിന്റെ പേരിൽ ആരെയും അദ്ദേഹം ശപിച്ചിട്ടില്ല എന്നും പറയുന്നുണ്ട്. അതേപോലെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം അള്ളാഹുവിനോട് ഒരു പ്രാർത്ഥന നടത്തുന്നുണ്ട്. ആ പ്രാർത്ഥനയുടെ അവസാനം ഇത് വരുന്നുണ്ട്, കൽബുൻ സലീം എന്നുള്ളത്. അതെങ്ങനെയാണ്? റബ്ബി ലാ തുഖ്സിനി യൗമ യുബഅസൂൻ, അള്ളാഹുവേ എല്ലാവരെയും നീ ഈ ഭൂമുഖത്ത് നിന്ന്, ഭൂലോകത്ത് നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു കൊണ്ടുവരുമല്ലോ, ആ സമയത്ത് നീ എന്നെ അപമാനിക്കരുതേ, നീ എന്നെ വഷളാക്കരുതേ, നീ എന്നെ നിന്ദിക്കരുതേ.
പ്രവാചകന്മാരിൽ ഏറ്റവും ഉന്നതമായ സ്ഥാനത്ത് നിൽക്കുന്ന ഒരു നബി അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. അള്ളാഹുവെ, എല്ലാവരെയും ഉയർത്തെഴുന്നേൽപ്പിച്ചു കൊണ്ടുവരുന്ന നാളിൽ നീ എന്നെ ഒരിക്കലും നിന്ദിക്കരുതേ, അപമാനിക്കരുതേ. യൗമ, ആ ദിവസത്തിന്റെ പ്രത്യേകത എന്താ? യൗമ ലാ യൻഫഉ മാലുൻ വലാ ബനൂൻ. അന്ന് സമ്പത്തോ അതല്ലെങ്കിൽ സന്താനങ്ങളോ ഒന്നും ഒരു ഉപകാരത്തിനെത്തില്ല. ഈ ഭൂമിയിൽ എത്രയോ സ്വത്തുണ്ടായിരുന്ന ആളാണ് ഞാൻ എന്ന് അവിടെ നിന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആ സ്വത്ത് റബ്ബിന്റെ മാർഗത്തിൽ വിനിയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് തണലാകും. അതുപോലെ മക്കളുണ്ടായിരുന്നു, വലിയ വലിയ സ്ഥാനത്തും പദവിയിലൊക്കെ ഇരുന്ന മക്കള്. പക്ഷെ ആ മക്കൾ ഉണ്ടായിരുന്നു എന്ന കാരണത്താൽ പരലോകത്ത് ആളൊരു ഉപകാരവും കിട്ടൂല. മക്കൾ സ്വാലിഹീങ്ങളാണെങ്കിൽ അവരുടെ കർമ്മങ്ങളുടെ ഒരു പ്രതിഫലം ഉപ്പമാർക്ക് കിട്ടും. അപ്പൊ യൗമല യൻഫഉ മാലും വലാ ബനൂൻ, സമ്പത്തോ സന്താനങ്ങളോ ഒന്നും ഉപകരിക്കാത്ത ഒരു ദിവസം. യൗമല യൻഫഉ മാലും വലാ ബനൂൻ എന്നിട്ട് പറയണം ഇല്ലാ മൻ അത്തല്ലാഹ ബി ഖൽബിൻ സലീം, അന്യൂനമായ സുരക്ഷിതമായ മനസ്സുമായി അവിടെ ആ റബ്ബിന്റെ മഹ്ശറിൽ എത്തുന്നവർ മാത്രം രക്ഷപ്പെടുന്ന ദിവസം എന്നുള്ളതാണ്. അപ്പം സലീമും മിനൽ ശിർക്ക്, സലീമും മിനൽ നിഫാഖ്, സലീമും മിനൽ മആസി എന്നൊക്കെ അതിന് പണ്ഡിതന്മാർ വിശദീകരണം കൊടുത്തിട്ടുണ്ട്. ഷിർക്കിൽ നിന്ന് സുരക്ഷിതമായ മനസ്സ്, പാപങ്ങളിൽ നിന്ന് സുരക്ഷിതമായ മനസ്സ്, നിഫാക്കിൽ നിന്ന് സുരക്ഷിതമായ മനസ്സ്. അപ്പൊ അങ്ങനെയുള്ള ഒരു ദിവസം അള്ളാഹുവെ നീ എന്നെ അപമാനിക്കരുതേ, നിന്ദിക്കരുതേ എന്ന് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം അള്ളാഹു സുബ്ഹാനഹു തആലയോട് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പം ഏറ്റവും സുരക്ഷിതമായ ഒരു മനസ്സുമായിട്ട്, എല്ലാം അള്ളാഹുവിങ്കലേക്ക് സമർപ്പിക്കുന്ന ഒരു മനസ്സുമായിട്ടാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം അള്ളാഹുവിനെ സമീപിച്ചിട്ടുള്ളത്. അത്രമാത്രം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം തന്റെ റബ്ബിന് വിധേയപ്പെട്ടിരുന്നു എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അത് കഴിഞ്ഞാൽ വരുന്ന ആയത്ത് ഇതാണ്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം സ്വന്തം ഉപ്പയോടും സമൂഹത്തോടൊക്കെ നടത്തുന്ന ഒരു ദഅവത്തിന്റെ ഭാഗമാണ് അള്ളാഹു ഉദ്ധരിക്കുന്നത്. ഇദ് ഖാല ലി അബീഹി വഖൗമിഹി മാദാ തഅബുദൂൻ. ഇദ് ഖാല, അദ്ദേഹം പറഞ്ഞപ്പോ, അതായത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പറഞ്ഞപ്പോ, ലി അബീഹി തന്റെ പിതാവിനോട്, തന്റെ ഉപ്പയോട്, പിന്നെയോ വഖൗമിഹി തന്റെ ജനതയോടും, ഇറാഖിലെ തന്റെ ജനതയോടും, മാദാ തഅബുദൂൻ എന്തിനെയാണ് നിങ്ങൾ ആരാധിക്കുന്നത് എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ചോദിച്ചു. എന്തിനെയാണ് ആരാധിക്കുന്നതെന്നൊക്കെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് അറിയാം. പക്ഷെ അവരുടെ ആ ഒരു ബഹുദൈവാരാധന അത് ശരിയല്ല എന്ന് അവരെ ബോധ്യപ്പെടുത്താനായിട്ടാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം അവരോട് ചോദിക്കുന്നത്. അപ്പോ ഇത് ഖാലലി അബീഹി, അദ്ദേഹം സ്വന്തം ഉപ്പാനോട് പറഞ്ഞു. അപ്പൊ കൗമിഹി തന്റെ നാട്ടുകാരോട് പറഞ്ഞു, അല്ലെ ചോദിച്ചു, മാതാ തഅബുദൂൻ നിങ്ങൾ എന്തിനെയാണ് ആരാധിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോ അവരെന്തിനെ ആരാധിച്ചിരുന്നത് നമുക്കറിയാം. ഖുർആനിൽ തന്നെ അള്ളാഹ് പറയുന്നുണ്ട്, സൂര്യനെ, ചന്ദ്രനെ, നക്ഷത്രങ്ങളെ, കല്ലുകൊണ്ടും മരം കൊണ്ടുമൊക്കെ ഉണ്ടാക്കി വെച്ച വിഗ്രഹങ്ങളെ, ബിംബങ്ങളെ, ഇതിനെല്ലാം കണ്ണി കണ്ടിരുന്നതിനെല്ലാം ആരാധിച്ചിരുന്ന ഒരു ജനതയായിരുന്നു നമ്രൂദ് എന്ന് പറയുന്ന രാജാവ് ഭരണം നടത്തിയ ഇറാഖിലെ അന്നത്തെ ജനത. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ വാപ്പാന്റെ കാര്യമൊക്കെ ഖുർആനിൽ കുറേ പറയുന്നുണ്ട്. അതില് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ പിതാവിന്റെ പേരായിട്ടാണ് ആസർ എന്നാണ്, അലിഫ് ആസർ. ആ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ വാപ്പ ഒരു വിഗ്രഹ ആരാധകൻ മാത്രമായിരുന്നില്ല, ഒരു വിഗ്രഹ നിർമ്മാതാവ്, ഒരു കച്ചവടക്കാരൻ, വിഗ്രഹങ്ങൾ ഉണ്ടാക്കി കച്ചവടം ചെയ്ത് ജീവിക്കുന്ന ഒരാളും കൂടിയായിരുന്നു. അപ്പൊ നോക്കൂ, ലോകത്ത് ചരിത്രത്തിൽ തൗഹീദിന്റെ മാതൃകയായ ഒരു പ്രവാചകൻ, തൗഹീദിന്റെ പോരാളിയായ ഒരു പ്രവാചകൻ, തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ ആദ്യം നമ്മളെ മനസ്സിൽ ഓർമ്മ വരിക ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ പറ്റിയാണ്. തൗഹീദിന് വേണ്ടി പോരാടിയ പ്രവാചകൻ. ആ പ്രവാചകന്റെ ഉപ്പ പോലും ഒരു വിഗ്രഹാരാധകനും ഒരു വിഗ്രഹ കച്ചവടക്കാരനായിരുന്നു എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക. അള്ളാഹിന്റെ ഒരു തൗഫീക്ക്, അള്ളാഹിന്റെ ഒരു ഹിദായത്ത് ഈ ദീനുൽ ഇസ്ലാമിന്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടി കിട്ടുക എന്ന് പറഞ്ഞാലേ വലിയൊരു തൗഫീക്കാണ്. ഒരു എത്രയോ നബിമാർ ഈ ലോകത്തേക്ക് കടന്നു വന്നു. ആ നബിമാരിൽ ഏറ്റവും മഹത്വമുള്ള 5 നബിമാരിൽ ഉന്നത സ്ഥാനത്ത് നിൽക്കുന്ന പ്രവാചകനാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം. ആ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ വാപ്പാന്റെ അവസ്ഥയാണ്. അദ്ദേഹത്തിന്
ഹിദായത്ത് കിട്ടിയില്ല. അദ്ദേഹം ആ ഷിർക്കിൽ തന്നെയാണ് മരിച്ചത്. അപ്പോ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് ഉപ്പാനോടൊക്കെ നല്ല സ്നേഹം ഉണ്ടായിരുന്നു. പക്ഷേ ഇത്രയും സ്നേഹം ഉണ്ടായിട്ടും ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറയാൻ എൻ്റെ ഉപ്പാക്ക് വേണ്ടി ഞാൻ പരലോകത്ത് ചോദിക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. എന്തിനേറെ കല്ലെടുത്ത് എറിഞ്ഞോടിച്ചു സ്വന്തം മോൻ, അതായത് സ്വന്തം മോനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ ആ വാപ്പ കല്ലെറിഞ്ഞിന് നീ മിണ്ടരുതെന്ന് വരെ പറഞ്ഞു. അത്രയും ശക്തമായ നിലപാടായിരുന്നു. പക്ഷേ അതൊന്നും പേടിക്കാതെ സ്വന്തം ഉപ്പാടെ മുമ്പിൽ വെച്ച് എന്താ ഉപ്പ നിങ്ങൾ ഈ ചെയ്യണത്, എന്തിനാ നിങ്ങൾ ഈ ആരാധിക്കുന്നത് എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാം സധൈര്യം ചോദിച്ചു. എന്നിട്ട് പറയാണ് 86-ാം വചനം, ഇഫ്കൻ ആലിഹതൻ ദൂനല്ലാഹി തുരീദൂൻ. ഇഫ്കൻ, ഇഫ്ക് എന്ന് പറഞ്ഞാല് ഈ കെട്ടിച്ചമച്ചത്, കള്ളം എന്നൊക്കെയാണ് അർത്ഥം. ഇഫ്കൻ കള്ളമായിട്ടാണോ. ആദ്യത്തെ ആ ഹംസ വന്നിരിക്കുന്നത് ഹംസത്തുൽ ഇസ്തിഫാം എന്ന് പറയും, ഒരു കാര്യത്തെ തേടാൻ, ചോദിക്കാൻ, അന്വേഷിക്കാൻ ഒക്കെ. അപ്പോ പിന്നെ ഇഫ്കൻ കള്ളമായിട്ടാണോ, ആലിഹത്തൻ പല ആരാധ്യ വസ്തുക്കളെ, ദൂനല്ല അള്ളാഹുവിന് പുറമെ, തുരീദൂൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതായത് കള്ളമായിക്കൊണ്ട് അള്ളാഹുവിന് പുറമെ നിങ്ങൾ ആരാധ്യന്മാരെ ഉദ്ദേശിക്കുകയാണോ. അങ്ങനെ ചോദിക്കാൻ കാരണം എന്താന്ന് വെച്ചാൽ, ഹക്കിന്റെ മാർഗം എന്ന് പറഞ്ഞാൽ അത് അള്ളാഹിനെ മാത്രം ആരാധിക്കുക എന്നുള്ളതാണ്. അപ്പം കളവിന്റെയും കള്ളത്തരത്തിന്റെയും മാർഗമാണ് അള്ളാഹു അല്ലാത്ത ആളുകളെ, പടപ്പുകളെ ആരാധിക്കുക എന്നുള്ളത്. അപ്പൊ ആ ഒരു മാർഗമാണോ നിങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം സ്വന്തം ഉപ്പാനോടും ആ ജനങ്ങളോടും ചോദിക്കുകയാണ്. പക്ഷേ ചിന്തിക്കാനോ ആലോചിക്കാനോ സത്യത്തിലേക്ക് കടന്നു വരാനോ ഉള്ള ഒരു ആഗ്രഹമൊന്നും ആ ജനതയ്ക്കുണ്ടായിരുന്നില്ല എന്നുള്ളത് ഖുർആനിൽ വേറെ ഭാഗങ്ങളിൽ ഈ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. അത്രമാത്രം വിഗ്രഹങ്ങളിൽ, വിഗ്രഹ ആരാധനയിൽ തളച്ചിടപ്പെട്ട ഒരു ജനതയായിരുന്നു അവർ എന്ന് നമുക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പൊ ഇനി അടുത്ത ആയത് എന്താണ്? ഫമാ ലന്നുക്കും ബി റബ്ബിൽ ആലമീൻ. ഫമാ ലന്നുക്കും ബി റബ്ബിൽ ആലമീൻ ഉണ്ടോ? ഫമാ ലന്നുക്കും ബി റബ്ബിൽ ആലമീൻ. അപ്പോൾ ലോകരക്ഷിതാവിനെ പറ്റി നിങ്ങളുടെ ധാരണ എന്താണ്? അള്ളാഹു ചോദിക്കുകയാണ്, ഇബ്രാഹിം നബി അലൈഹി സ്വലാം ചോദിക്കുകയാണ്, ഫമാ ലന്നുക്കും. അപ്പോൾ നിങ്ങളുടെ ധാരണ, ലന്ന് എന്ന് പറഞ്ഞാൽ ഊഹം എന്നാണ് അതിന്റെ അർത്ഥം. ലന്ന് എന്ന് വെച്ചാൽ ഊഹാണ്. നമ്മൾ സൂറത്തുൽ ഹുജറാത്തിൽ അത് പറയുന്നുണ്ട്. അതായത് നിങ്ങൾ ഊഹിച്ച് സംസാരിക്കാൻ പാടില്ല, ഊഹം പാടില്ല, അധിക ഊഹങ്ങളും പാപമാണെന്ന് പറയുന്നുണ്ട്. അപ്പോ ഫമാ ലന്നുക്കും, അപ്പൊ നിങ്ങളുടെ ധാരണ എന്താ നിങ്ങളുടെ വിചാരം? ബി റബ്ബിൽ ആലമീൻ, ഈ ലോകങ്ങളെ മുഴുവൻ പടച്ചു പരിപാലിക്കുന്ന ഒരു റബ്ബിനെ പറ്റിയുള്ള നിങ്ങളുടെ ധാരണ എന്താ? ആ റബ്ബ് എത്ര വലിയവനാ? നിങ്ങൾ ആരാധിക്കുന്ന ഈ പടപ്പുകളോ അവരെത്ര ചെറിയവരാണ് എന്ന രൂപത്തിലാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ചോദിക്കുന്നത്. ഈ ലോകങ്ങളെ മുഴുവൻ പടച്ച് പരിപാലിക്കുന്ന, അതിനെ മുഴുവൻ നിയന്ത്രിക്കുന്ന ഒരു റബ്ബിനെ വിട്ടിട്ടാണോ കേവലം ദുർബലരായ പടപ്പുകളെ നിങ്ങൾ സ്വീകരിക്കുന്നത്? അപ്പൊ നമ്മളെ ഉമ്മത്തിന്റെ അവസ്ഥ ആലോചിച്ച് നോക്കിയാൽ മതി. ജീവിതകാലം മുഴുവനും തൗഹീദിന് വേണ്ടി പോരാടിയ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന്റെ അവസ്ഥ എന്താണ് ഇന്ന്? വിഗ്രഹങ്ങളെ പോലും ആരാധിക്കുന്ന, കല്ലിനെ പോലും പോയി എനിക്കറിയില്ല, പെരിന്തൽമണ്ണ ഭാഗത്തൊക്കെ ഉള്ള ആളുകളൊക്കെ ഇവിടെ ഈ ക്ലാസ്സിലുണ്ടാകാം. പെരിന്തൽമണ്ണയിൽ നിന്ന് പാലക്കാടേക്ക് പോകുന്ന റൂട്ടിലൊരു നാട്ടുകൽ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ ഒരു കല്ല് ഇങ്ങനെ നാട്ടി വെച്ചിരിക്കുകയാണ്. അതിൻ്റെ അടുത്ത് പോയിട്ടാണ് ആളുകൾ വിളക്ക് കത്തിക്കുന്നത്, നേർച്ചയിടുന്നത്. അപ്പൊ എന്താ കല്ലിന്റെ പ്രത്യേകത? മമ്പുറം തങ്ങള് ആ വഴിക്ക് പോകുന്ന സമയത്ത് റോഡരികിൽ ഒരു പാറ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന കണ്ടപ്പം, കല്ലേ നിന്നെ കൊണ്ട് ബുദ്ധിമുട്ടാ, നീ ഇവിടെ വേണ്ടാന്ന് പറഞ്ഞ് തട്ടിയപ്പം ആ പാറ താഴോട്ട് വീണു. അപ്പൊ ആ മഹാന്റെ പാദസ്പർശനമേറ്റ കല്ലാണതെന്ന് പറഞ്ഞിട്ടാണ് അവിടെ കല്ല് വെച്ച് അവിടെ ഒരു വലിയ ബിൽഡിംഗ് ഉണ്ടാക്കി, അതിൻ്റെ അടുത്തൊരു പള്ളിയുണ്ട്, അവിടെ നേർച്ചയിടുന്നു. അപ്പൊ ഇത്രയും എന്താ പറയാ, മോശമായ ഒരവസ്ഥയിലേക്ക് ഉമ്മത്തിന്റെ ആ ഒരു വിശ്വാസം എത്തി എന്നുള്ളതാണ്. ജീവിതത്തിന്റെ അവസാന നിമിഷം വരെ തൗഹീദിന്റെ വാക്കുകളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പം ആ മഹാനായ റബ്ബ്, ലോക രക്ഷിതാവ്, ആ റബ്ബും ഈ പടപ്പുകളും തമ്മിൽ എത്ര വ്യത്യാസമുണ്ട്
എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. ഫമാ ലന്നക്കും ബി റബ്ബിൽ ആലമീൻ, ഈ ലോകത്തെ മുഴുവൻ പടച്ച് പരിപാലിക്കുന്ന ഒരു റബ്ബിനെ പറ്റി നിങ്ങൾ എത്ര മോശമായിട്ടാണ് വിചാരിച്ചു വെച്ചിരിക്കുന്നത് എന്നാ. ഖുർആനിൽ തന്നെ അള്ളാഹു പറയുന്നുണ്ട്, അധിക ആളുകളുടെ അവസ്ഥ വമാ ഖദറുല്ലാഹ ഹഖ ഖദരി, അള്ളാഹിനെ കണക്കാക്കേണ്ട, അള്ളാഹ്ക്ക് കൊടുക്കേണ്ട സ്ഥാനം അത് കണക്കാക്കേണ്ട പോലെ ആളുകൾ കണക്കാക്കിയില്ല. പിന്നെ ഈ ലോകത്തെ സൃഷ്ടിച്ച ആരാന്ന് ചോദിച്ചാൽ അള്ളയാണെന്ന് എല്ലാവരും പറയും. ഒരു ഹൈന്ദവ സഹോദരനോട് ചോദിച്ചാൽ ഈശ്വരനാണെന്ന് പറയും. ഒരു ക്രൈസ്തവനോട് ചോദിച്ചാൽ പിന്നെ കർത്താവ് എന്ന് പറയും. അപ്പൊ അവരൊക്കെ ഉദ്ദേശിക്കുന്ന ഏകനായ ഒരു ദൈവത്തെയാണ്. പക്ഷെ അള്ളാഹ് പറയുന്നുണ്ട്, വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രിക്കൂൻ, അള്ളയാണ് എന്നൊക്കെ പറയെങ്കിലും അധിക ആളുകളും അള്ളാഹുവിൽ പങ്കു ചേർത്തുകൊണ്ടല്ലാതെ വിശ്വസിക്കുന്നില്ല. ഷിർക്ക് എല്ലാവരിലും വരുന്നുണ്ട്, അധിക ആളുകളിലും. ഇതാണ് ആളുകൾക്ക് അള്ളാഹുവിലുള്ള വിശ്വാസം എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട ആളുകളാണ്. അൽഹംദുലില്ലാഹ്, ജീവിതത്തിന്റെ അവസാന നിമിഷം വരെ ആ തൗഹീദിൽ അടിയുറച്ച് നിൽക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്കെല്ലാം പ്രദാനം ചെയ്യട്ടെ. ജീവിതത്തിൽ എന്തെല്ലാം തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും തൗഹീദ് ഉണ്ടെങ്കിൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ജീവിതത്തിൽ കാത്തു സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സ്വർഗത്തിൽ പോകും എന്നുള്ളത് ഉറപ്പാണ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നൽകുന്ന ഉറപ്പാണ്. അള്ളാഹു അത്തരക്കാരിൽ നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഇനി നമ്മൾ അവസാനത്തെ ആ 3 ആയത്ത് കൂടി പറഞ്ഞു നിർത്താം. ഫനളറ നളറതൻ ഫിന്നുജൂം, അല്ലേ? 88-ാമത്തെ ആയത്ത്. അപ്പോ ഫനളറ നളറതൻ ഫിന്നുജൂം, അദ്ദേഹം നക്ഷത്രങ്ങളിലേക്കൊരു നോട്ടം നോക്കി. ഇതിന്റെ ഒരു പശ്ചാത്തല മുഫസ്സിറുകൾ പറയുന്നത്, തഫ്സീർ ഖുർത്തുബിയിൽ കാണാം, അർസല ഇലൈഹി മലിക്കുഹും, അതായത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ നാട്ടില് അവർ ആരാധിക്കുന്ന വിഗ്രഹങ്ങൾക്കെതിരെ സംസാരിക്കുന്നുണ്ടെന്നുള്ളതും പ്രതിഷേധിക്കുന്നുണ്ടെന്നുള്ളതും അതിനൊക്കെ ഒഴിവാക്കണമെന്ന് പറയുന്നൊക്കെ അവിടുത്തെ രാജാവടക്കം കേട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്, ആളുകൾക്കറിയാം. അപ്പം അവരുടെ ഒരു ഉത്സവ ദിവസം വരികയാണ്. അപ്പം അതില് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ പങ്കെടുപ്പിക്കണം. അതിനുവേണ്ടി രാജാവ് എന്ത് ചെയ്തു? അർസല ഇലൈഹി മലിക്കുഹും, നമ്രൂദ് എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ആളെ അയച്ചു. എന്നിട്ട് ഇങ്ങനെ പറയാൻ വേണ്ടി പറഞ്ഞു, ഇന്ന ഗദൻ ഈദുന, നാളെ നമ്മുടെ ഉത്സവമാണ്, നമ്മുടെ ആഘോഷമാണ്. ഫഖ്റുജു മഅന, അതുകൊണ്ട് ഇബ്രാഹിം നീ ഞങ്ങളുടെ കൂടെ വരണം, നീ ഞങ്ങളുടെ കൂടെ വന്നിരിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെയും അവരുടെ ആ ഒരു ഉത്സവത്തിൽ പങ്കെടുപ്പിച്ചാൽ പിന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് അവർക്കെതിരെ സംസാരിക്കാൻ പറ്റില്ലല്ലോ. അതായിരിക്കാം അവിടെ രാജാവ് ഉദ്ദേശിച്ചത്. അപ്പൊ അദ്ദേഹം ഇങ്ങനെ നിന്നു എന്നാ, ആകാശത്തേക്കൊന്ന് നോക്കി. ആകാശത്തേക്ക് ഇങ്ങനെ നക്ഷത്രം ഉദിച്ചു വരുന്നുണ്ട്, അതിലേക്ക് ഇങ്ങനെ നോക്കി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഫക്കാല ഇന്നി സഖീം, എനിക്ക് രോഗമാണ്, ഞാൻ അസുഖബാധിതനാണ്, എനിക്ക് അസുഖമുള്ള, അതുകൊണ്ട് എനിക്ക് വരാൻ പറ്റില്ല. അപ്പൊ ഇതിനെ പല രൂപത്തിലും മുഫസ്സിറുകൾ വിശദീകരിച്ചിട്ടുണ്ട്. അവർക്ക് ഈ നക്ഷത്രങ്ങളെ നോക്കിയിട്ട് ഒരു സുഖമില്ല എന്ന് പറയുന്ന രൂപമുണ്ട്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം അവരങ്ങനെ വിശ്വസിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? എനിക്കും ഇത്തരത്തിൽ എന്തോ ഒരു ബുദ്ധിമുട്ട് ശരീരത്തിന് ബാധിച്ചിട്ടുണ്ട്, അതുകൊണ്ട് വരവ് നടക്കില്ല എന്ന നിലയ്ക്ക് പറഞ്ഞു എന്നുള്ളതാണ്. മറ്റൊന്ന്, അറബികളുടെ ഒരു രീതിയാണ്, ഇങ്ങനെ എന്തെങ്കിലും വന്ന ആകാശത്തേക്ക് ഇങ്ങനെ നോക്കിയിരുന്നിട്ട് എന്ത് ചെയ്യും? വൽ അറബു തഖൂലു ലിമൻ തഫക്കറ നളറ, അതായത് ഇങ്ങനെ എന്തെങ്കിലും പറയുമ്പോൾ ആകാശത്തേക്ക് ഇങ്ങനെ നോക്കിയിരുന്നൊന്ന് ചിന്തിച്ചിട്ട് എന്ത് ചെയ്യും? അതിനൊരു മറുപടി പറയും. അപ്പൊ ആ രൂപത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞതാണ്, അല്ലാതെ അദ്ദേഹം നക്ഷത്രങ്ങളെ കൊണ്ട് അദ്ദേഹത്തിന് ബുദ്ധിമുട്ടായി എന്നോ നക്ഷത്ര ഫലത്തിലോ ഒന്നും അദ്ദേഹം വിശ്വസിച്ചിട്ട് പറഞ്ഞതല്ല എന്നും വിശദീകരിക്കുന്നുണ്ട്. അതായിരിക്കാം കൂടുതൽ ശരിയും. അപ്പൊ അങ്ങനെ അദ്ദേഹം നക്ഷത്രങ്ങളിൽ ഒരു നോട്ടം ഇങ്ങനെ നോക്കിയിരുന്നിട്ട് പറഞ്ഞു, എനിക്ക് സുഖമില്ല, ഞാൻ രോഗിയാണ്, അതുകൊണ്ട് എനിക്ക് വരാൻ പറ്റില്ല. സത്യത്തിൽ അദ്ദേഹം രോഗമുണ്ടായിട്ട് പറഞ്ഞതല്ല, മറിച്ച് അവരുടെ ആഘോഷത്തിൽ ഇല്ല എങ്കിൽ പങ്കെടുക്കേണ്ടി വരും, അതിന് അദ്ദേഹം ഒരു ഉതിറ് പറഞ്ഞ് രക്ഷപ്പെട്ടതാണ്. മറ്റൊന്ന്, ആളുകളെല്ലാവരും ആ ആഘോഷത്തിന് പോകും. അപ്പൊ ആ സമയത്ത് അവരുടെ വിഗ്രഹാരാധനയുടെ പൊള്ളത്തരം തുറന്നു കാണിക്കാൻ ഏറ്റവും നല്ലത് ആ വിഗ്രഹങ്ങളെ തകർക്കുക എന്നുള്ളതാണ്. അതും ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഉദ്ദേശിച്ചിരുന്നു എന്നാണ്. അപ്പൊ ഇത് കേട്ടപ്പോ എന്ത് ചെയ്തു? നാളെ അങ്ങ് വരണം, രാജാവ് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ ആളുകൾ വന്ന് പറഞ്ഞപ്പോ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഇങ്ങനെ പറഞ്ഞു. അത് കേട്ടപ്പോ എന്ത് ചെയ്തു? ആളുകൾ ഫതവല്ലൗ അൻഹു മുദ്ബിരീൻ, തവല്ലൗ എന്ന് പറഞ്ഞാൽ തവല്ല, തവല്ലയാനി, തവല്ലൗന,
അതായത് ആളുകളെല്ലാം പിരിഞ്ഞുപോയി അദ്ദേഹത്തിന്റെ അടുത്ത് നിന്ന് പോയി. അൻഹു, അദ്ദേഹത്തിന്റെ അടുത്ത് നിന്ന്. മുദ്ബിരി എന്ന് പറഞ്ഞാൽ പിന്നിട്ടവരായി, പിന്തിരിഞ്ഞ് വന്ന ആളുകളൊക്കെ നേരെ പിന്തിരിഞ്ഞു പോയി. അദുബറ എന്ന് പറഞ്ഞാൽ പിന്നിടുക, അക്കുബല എന്ന് പറഞ്ഞാൽ മുന്നിടുക എന്നുള്ളതാണ്. അക്കുബല, അദുബറ. സാധാരണ ഈ തല തടവുന്ന സമയത്ത് നമ്മൾ തലേന്റെ മുൻഭാഗത്ത് നിന്ന് പിന്നിലേക്ക് കൊണ്ടുവന്ന് പിന്നെ പിന്നിന്ന് മുന്നിലേക്ക് കൊണ്ടുവരുമല്ലോ തല തടവുമ്പോൾ. അവിടെ അക്കുബല, അദുബറ എന്നുള്ള വാക്ക് പ്രയോഗിക്കാറുണ്ട്. അപ്പോ അദ്ദേഹത്തെ വിട്ട ആളുകളെല്ലാം പിന്തിരിഞ്ഞു പോയി. ഇത് കഴിഞ്ഞിട്ട് വീണ്ടും ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ചരിത്രം ഇങ്ങനെ തുടരുകയാണ് ഈ സൂറത്തിൽ. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇതിന്റെ ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഈ പഠിച്ച ഭാഗങ്ങളൊക്കെ നല്ല രൂപത്തിൽ മനസ്സിലാക്കി, അർത്ഥം മനസ്സിലാക്കി അങ്ങനെ പോകണം ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീക്ക് പ്രദാനം ചെയ്യട്ടെ. നല്ല രൂപത്തിൽ എപ്പോഴും ചില ആളുകളൊക്കെ പറയാറുണ്ട്, ഞാൻ പണ്ട് നല്ലൊരു ഖുർആൻ ക്ലാസ്സിലെ പഠിതാവായിരുന്നു, അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു എന്നൊക്കെ പറയും. ഈ പണ്ടത്തെ കാര്യമല്ല, മറിച്ച് നമ്മളെ ജീവിതത്തിന്റെ അന്ത്യനിമിഷമാണ് പരിഗണിക്കപ്പെടുന്നത്. അവസാന നിമിഷം വരെ നമുക്ക് ഖുർആനോടൊപ്പം സഞ്ചരിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത്. ആ പഠനത്തിനിടയിൽ അത് വഴിക്കിട്ട് പോയാൽ അത് ഏറ്റവും വലിയ ഭാഗ്യക്കേടാണ്, നിർഭാഗ്യമാണ്. ഖുർആൻ തീരെ പഠിക്കാത്തവരെക്കാളും വലിയൊരു കുറ്റമാണ് ശരിക്കും പറഞ്ഞാൽ പഠിച്ചുകൊണ്ടിരിക്കാതെ നമ്മൾ വഴിയിലിട്ടിട്ട് പോവാന്ന് പറഞ്ഞാൽ. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം ഒരിക്കലും നമുക്കാർക്കും ഉണ്ടാവരുത്. പ്രാർത്ഥനകളിൽ അതുണ്ടാവണം, ജീവിതത്തിൽ അതുണ്ടാവണം. അല്ലാഹു സുബ്ഹാനഹു തആല ഖുർആന്റെ അഹ്ലുകാരിൽ നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അതോടൊപ്പം ഒരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത്, നമ്മളിപ്പോൾ ഇവിടെ ഞാൻ കുവൈറ്റിലാണ്. ഗൾഫ് ലോകത്തുള്ള കുറേയേറെ ആളുകൾ ക്ലാസ്സിലുണ്ട്, നാട്ടിലുള്ളവരുണ്ട്. ഒരു യുദ്ധ സാഹചര്യം നിലനിൽക്കുന്ന കാര്യം എല്ലാവർക്കും അറിയാം. നമ്മുടെ പ്രാർത്ഥനകളിൽ ഉണ്ടാവണം. ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത് 2000-ഓ 4000-ഓ കിലോമീറ്ററുകൾ സഞ്ചരിക്കുന്ന മിസൈലുകളോ അല്ലെങ്കിൽ അത്തരം പടക്കോപ്പുകളോ വിമാനങ്ങളോ ഒന്നുമല്ല. ഒരു വിശ്വാസിയുടെ അടുത്തുള്ള ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന ഏറ്റവും നല്ല രൂപത്തിൽ, ഏറ്റവും നല്ല സമയത്ത് നമ്മൾ വിനിയോഗിക്കുകയും അതിൽ യുദ്ധക്കെടുതികൾ എല്ലാം അവസാനിക്കാനും സ്വസ്ഥതയും സമാധാനവും ഒക്കെ കൈവരാനും ഒരു നിർഭയാവസ്ഥയിൽ മുന്നോട്ട് പോകാനൊക്കെ ഉള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനകൾ തഹജ്ജുദ് നിസ്കരിക്കുന്ന സമയത്തൊക്കെ നമ്മൾ ഉണ്ടാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല യുദ്ധക്കെടുതികൾ നമ്മളെല്ലാം കാത്തുരക്ഷിക്കട്ടെ. സ്വസ്ഥതയും സമാധാനവും നിർഭയത്വവും എല്ലാം അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. ഒരു വലിയ പരീക്ഷണം തന്നെയാണ്. പരീക്ഷണം പല രൂപത്തിൽ വരും. അതിലൊരു വലിയ പരീക്ഷണമാണ് ഈ ഇത്തരം ഒരു യുദ്ധ സാഹചര്യം എന്ന് പറയുന്നത്. ആ പരീക്ഷണത്തിൽ അള്ളാഹുവിന് കൂടുതൽ വിധേയരാകാൻ നമ്മളൊക്കെ ശ്രദ്ധിക്കണം. ജീവിതത്തിൽ ഒരു അടുപ്പം റബ്ബിലേക്ക് കൂടുതൽ ഉണ്ടാകേണ്ട വേളയാണ്. അതും നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ വിജയികൾ നമ്മളെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഇന്ന് ഇൻഷാ അല്ലാഹ് ഇവിടുത്തെ കുവൈറ്റ് സമയം ഒരു 6:40, നാട്ടിലൊരു 9:10, 9:15 ഒരു ചെറിയ ക്ലാസ് വരുന്നുണ്ട്. മുസ്തഫ മദനി മമ്പാടിൻ്റെ ആണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഷെയർ ചെയ്യാം. അതായത് സമൂഹത്തിൽ ഇടപെടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് നാട്ടിലൊക്കെ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ആ സമയത്തൊക്കെ ശ്രദ്ധിച്ചില്ലെങ്കിൽ അവിടെ റിസൾട്ട് വരുമ്പം ഒരു സ്ഥാനാർത്ഥി ജയിക്കും, വേറൊരാൾ പരാജയപ്പെടും. പക്ഷെ അത് കഴിയുമ്പോൾ നമ്മുടെ പരലോകം പോകുന്ന ഒരവസ്ഥ ഉണ്ടാവരുത്. അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ കുറേയേറെ ശ്രദ്ധിക്കാനുണ്ട്. അതാണ് ആ സബ്ജക്റ്റിൽ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് കഴിയുന്ന എല്ലാ ആളുകളും പങ്കെടുക്കാൻ ശ്രദ്ധിക്കുക ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.